നമസ്കാരം. ഷംസു യാക്കോ. ഈ അടുത്തായിട്ട് ആത്മഹത്യകൾ ധാരാളമായി നടക്കുന്നതാണ്. മിനിഞ്ഞാന്നത്തെ ഏകദേശം 31-ാം തീയതി രാത്രി ഒരു ആക്സിഡൻറ്റ്, 2 കുട്ടികൾ മരണപ്പെട്ടു. ബൈക്ക് ആക്സിഡൻറ്റ്, 2 തൂങ്ങി മരണം. അതിനോടനുബന്ധിച്ച് കഴിഞ്ഞ ആഴ്ചകളിലും തൂങ്ങി മരണം. ഇത് അന്വേഷിക്കുമ്പോഴൊക്കെ സംഭവിക്കുന്നത് കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങളാണ്. കൂടുതലും മാറി നിൽക്കുക, എല്ലാവരിൽ നിന്നും ഒരു അകൽച്ച. അങ്ങനെ ഇപ്പോൾ ഈ അടുത്ത് മരിച്ചൊരു പയ്യൻ്റെ കേസ് പറയുകയാണെങ്കിലും ആരുമായിട്ടും ബന്ധങ്ങളില്ല. പിന്നെ എന്ത് വന്നാലും നമുക്കത് താങ്ങാനുള്ള ഒരു ശക്തിയില്ല. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ പ്രയാസങ്ങളിലൂന്നി നമുക്ക് വേണ്ട ശിക്ഷണങ്ങളൊക്കെ നൽകി നമ്മളെ വളർത്തിയത് കൊണ്ടിട്ട് നമുക്ക് ഏത് സാഹചര്യങ്ങളെയും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ നമ്മളൊന്നും അനുഭവിക്കുന്നതിൻ്റെ 10-1 ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല. കാര്യം ഇന്ന് സാഹചര്യങ്ങൾ വേറെയാണ്. ഇന്ന് എവിടെ ചെന്നാലും തൊഴിലവസരങ്ങളുണ്ട്, ഏത് തൊഴിലും നമുക്ക് ചെയ്യാം. അന്ന് ഏത് തൊഴിൽ തേടിയാലും ഇല്ല, ഒരു അട്ടിമറിപ്പണി ചോദിച്ചാൽ പോലും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായി. പക്ഷേ സ്ട്രെസ്സാണ് ഇതിൻ്റെ മെയിൻ കാരണം. അങ്ങനെ മരണങ്ങൾ കൂടി. അതിന് മാതാപിതാക്കൾ ജാഗ്രത പാലിക്കണം. കാരണം കുട്ടികളെ വളർത്തുമ്പോൾ നിങ്ങൾ ശിക്ഷണത്തോടുകൂടി വളർത്തുക. നമുക്ക് എന്താണുള്ളത് അവർക്കൊരിക്കലും ഒരു സ്പെഷ്യലായിട്ട് നിങ്ങൾ വീട്ടിൽ കരുതരുന്നതാണ്. നമ്മളിന്ന് എന്താണ് വെച്ചേക്കണത് അതുമായി സഹകരിക്കാൻ ആ കുട്ടികളെ പഠിപ്പിക്കുക. അങ്ങനെ 3 നേരത്തെ ഭക്ഷണം എന്തെല്ലാമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് അത് മാത്രം കൊടുത്തുകൊണ്ട് കുട്ടികൾ വളർത്തുക. നമ്മൾ ആഴ്ചയിൽ വല്ല പുറത്ത് പോകുന്നത് വേറെ വിഷയം. അങ്ങനെയെല്ലാം നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക. ചോദിക്കുമ്പോൾ തന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. നമ്മളൊക്കെ ഒരു പെൻസിൽ ഒരച്ചൊരച്ചൊരച്ചൊരച്ച് ചെറിയൊരു കഷ്ണമായിട്ട് പോലും നമ്മളത് കൊണ്ടു നടന്നു. ഇന്ന് 10ഉം 12ഉം പെൻസിലാണ്, ഒന്ന് എഴുതി വലിച്ചെറിയുന്നൊരു ശരി. അപ്പം നമ്മൾ കൂടുതലും കുട്ടികളിലൊരു ശ്രദ്ധ ചെറുപ്പത്തിലേ തന്നെ വാർത്തെടുക്കണം. കണ്ട് മനസ്സിലാക്കി അതിനോട് പറഞ്ഞു കൊടുക്കണം. ഇതിൻ്റെയൊക്കെ പ്രയാസങ്ങൾ എന്താണ്, ഇതിൻ്റെയൊക്കെ വിലകൾ എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിട്ട് വളർത്തി വലുതാക്കി. ഇല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന് കുട്ടികൾ പരിഭവിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പറയുക, അവരെ കരയിക്കാതെ നോക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ഏക ലക്ഷണം. അതെല്ലാം നമ്മൾ മാറ്റണം. നമ്മളെങ്ങനെ വളർന്നു അതുപോലെ വളർത്തിയില്ലെങ്കിൽ നമുക്ക് നല്ല സമയത്ത് അവരെ കിട്ടാതാവും. അതാണ് എനിക്ക് പ്രധാനമായി പറയാനുള്ളത്.